Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ ഈ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സാരിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയൊരു ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സ്ലീവിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാർഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു യോക്ക് പാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് താഴേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. ലെങ്ത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു നീ ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ സാരിയിൽ നിന്ന് 25 ഇഞ്ചസ് വിഡ്ത്തിലും 30 ഇഞ്ചസ് ലെങ്ത്തിലുമുള്ള 2 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യോക്ക് പാർട്ടിന് താഴേക്ക് വരുന്ന, അതായത് പ്ലീറ്റ്സ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യുന്നില്ലേ, ആ ഒരു പാർട്ടാണ്. താഴത്തെ എൻഡ് റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സീം അലവൻസും ടോപ്പ് എൻഡ് യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് ഇവിടെ 30 ഇഞ്ചസിൽ ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടിലാണ് പ്രിൻറ്റ് വരുന്നത്. യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6.5 ഇഞ്ചസ് ലെങ്ത്തിലുള്ള 2 പീസസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വിഡ്ത്ത് ഇവിടെ 19 ഇഞ്ചസ് ആണ് എനിക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട. അത് ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കി ബാലൻസ് വരുന്ന പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മിഡ് പാർട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അതായത് 9.5 ഇഞ്ചസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ പ്ലീറ്റ്സ് കൊടുക്കേണ്ട ആ ഒരു ഫാബ്രിക്കിലും ഞാൻ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ട് ഇത്രയും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പ്ലീറ്റ്സ് ഈവൻ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഇതുപോലെ രണ്ട് സൈഡിലും 4 ഇഞ്ചസ് വീതം ഞാൻ പ്ലീറ്റ്സ് കൊടുക്കാതെയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നത്. ഈ 4 ഇഞ്ച് പ്ലീറ്റ്സ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിലും ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈസി ആയിട്ട് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോയിൻറ്റ്സ് ചേർത്ത് വെച്ചിട്ട് ഈ മിഡിൽ പാർട്ടിൽ വരുന്ന ആ കുറച്ച് പാർട്ടില്ലേ, അതാണ് പ്ലീറ്റ്സ് ആക്കി എടുക്കുന്നത്. ഇനി ഇവിടെ ഫാബ്രിക്സിൻ്റെ റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിരുന്ന പാർട്ടിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഒരെൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 6 ഇഞ്ചസ് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വരും. താഴേക്ക് 29.5 ഇഞ്ചസും വരും. അപ്പോൾ ടോട്ടൽ ഈ പീസിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 35.5 ഇഞ്ചസ് ആണ്. ഇനി മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ലൈനിങ് ഫാബ്രിക്കിലാണ്. അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഫാബ്രിക് ഇവിടെ ഡബിൾ ഫോൾഡ് ആക്കിയിട്ടിരിക്കുകയാണ്. 6.25 ഇഞ്ചസ്, അതായത് 6.25 ഇഞ്ചിലാണ് ഞാനിവിടെ ഷോൾഡർ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻ്റെ 6.25 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടുന്ന് താഴേക്ക് 6.5 ഇഞ്ചസ്, അതായത് 6.5 ഇഞ്ചിലാണ് ആം ഹോൾ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് 6.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് എത്രയാണോ ഡിവൈഡഡ് ബൈ 4 + 1 ഇഞ്ച് സീം അലവൻസ്, അതാണ് ഞാനിവിടെ ചെസ്റ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ 34 ഇഞ്ചസ് ആണ് എനിക്ക് റൗണ്ട് മെഷർമെൻറ്റ് വരുന്നത്, ലൂസ് എല്ലാം ആഡ് ചെയ്തിട്ട്. അപ്പോൾ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് 9.5 ഇഞ്ചസ് വരെ ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നു. ഇനി ഇവിടെ ആം ഹോൾ ജസ്റ്റ് കർവ് ചെയ്ത് മാർക്ക് ചെയ്യുന്നു. ആ കോർണർ പോയിൻ്റിൽ നിന്ന് ഏകദേശം 1 ഇഞ്ചെങ്കിലും വരുന്ന രീതിയിലാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ ഞാൻ ഒരു 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. 3 ഇഞ്ചസ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ 2.25 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നു. താഴേക്കും ആ ലൈൻ ഇങ്ങനെ 2.25 ഇഞ്ചിലേക്ക് നീട്ടി വരയ്ക്കണം. ഇപ്പോൾ ഞാൻ 3 ഇഞ്ചസിൽ നെക്ക് ഡെപ്ത്ത് മാർക്ക് ചെയ്യുന്നു. ഇനി ഇതൊരു ബോക്സാക്കി ജോയിൻ ചെയ്തിട്ട് ഇതിനകത്തൊരു റൗണ്ട് നെക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്.
ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ്. ബാക്ക് നെക്കിന് ഞാൻ 2 ഇഞ്ചസിലാണ് ഡെപ്ത് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ വരുന്നുള്ളൂ. ഇനി ഇവിടെ 1/2 ഇഞ്ചിൽ ഒരു ഷോൾഡർ ഡ്രോപ്പ് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ദേ ഈ ലൈനിൽ 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ച് ഷോൾഡർ ഡ്രോപ്പ് കൊടുക്കാം. 35.5 ഇഞ്ചസ് ആണ് മെയിൻ ഫാബ്രിക്കിന് ലെങ്ത് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ ലൈനിങ് ഫാബ്രിക്കിന് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ 33.5 ഇഞ്ചസിൽ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ അധികം ഷേപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഒരു എ ലൈൻ മോഡലിലാണ്. ജസ്റ്റ് ആ ഒരു ചെസ്റ്റ് ലെങ്ത്തിൻ്റെ ആ ഒരു പാർട്ടിൽ നിന്ന് താഴേക്ക് ദേ ഈ കോർണറിലേക്ക് ഒന്ന് ലൈൻ വരച്ചിട്ട് ജോയിൻ ചെയ്യാണ്. ഇനി ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് വെച്ചിട്ട് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഫോൾഡഡ് സൈഡ്സ് ചേർത്ത് വയ്ക്കണം. എന്നിട്ട് നെക്ക് ഡെപ്ത് മാത്രം 2 ഇഞ്ചസിൽ മാർക്ക് ചെയ്യുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഇവിടെ ഫ്രണ്ട് പാർട്ട് ഡബിൾ ഫോൾഡ് ആക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്തേക്ക് ലൈനിങ് ഫാബ്രിക് പ്ലേസ് ചെയ്തിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതേ ലൈനിങ് ഫാബ്രിക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബാക്ക് പാർട്ടും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം മെയിൻ ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡിന് പുറത്തേക്ക് ലൈനിങ് ഫാബ്രിക് പ്ലേസ് ചെയ്തിട്ട് നെക്കിന് ചുറ്റും 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ചെയ്യണം. ഇപ്പോൾ ഞാൻ ദേ നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രമേ അങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ദേ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡ് പുറത്ത് വരുന്ന രീതിയിൽ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നല്ല വശങ്ങൾ രണ്ടും ചേർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈനിങ് അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. ഇപ്പോൾ ലൈനിങ് ഫാബ്രിക് രണ്ടും ഒരു സൈഡിലുണ്ടാവും. മെയിൻ ഫാബ്രിക് രണ്ടും ഒരു സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ദേ ഈ സ്റ്റിച്ചിനോട് ചേർത്ത് ഇതുപോലെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇപ്പോൾ 4 പീസ് ഉണ്ടാവും ഫാബ്രിക്. അത് 4 കൂടി ചേർത്ത് പിടിക്കുക. 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. ടോപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാനൊരു സിബ്ബർ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനത് അറ്റാച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിലേക്ക് എങ്ങനെയാണ് സിബ്ബർ അറ്റാച്ച് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരത്തെ സീം അലവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് 2 പീസസ് ആക്കി എടുത്ത് അതിലേക്ക് വേണമെങ്കിലും സിബ്ബർ അറ്റാച്ച് ചെയ്യാം. ഇനി ഇവിടെ 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇങ്ങനെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുന്നതൊക്കെ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോൾഡർ ആയിരിക്കും. സ്റ്റിച്ചൊന്നും പുറത്ത് കാണില്ല. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. ഇനി ഇവിടെ ഷോൾഡറിൻ്റെ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് നെക്കിലൂടെ അടുത്ത ഷോൾഡറിൻ്റെ പാർട്ടിലേക്ക് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്യണം. ഇനി ഇവിടെ ലൈനിങ് ഫാബ്രിക്കിൻ്റെ താഴത്തെ എൻഡ് റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്. ഇനി ഇതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം.
അപ്പോൾ സ്ലീവ്സ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതേ ഇവിടെ ടോപ്പിൻ്റെ റൈറ്റ് സൈഡ് പുറത്ത് വരുന്ന രീതിയിൽ ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് സ്ലീവിൻ്റെ റൈറ്റ് സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതേ ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ആം ഹോളിൻ്റെ എൻഡ് വരേക്കും കൊണ്ടുവരാം. വീണ്ടും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആം ഹോളിൻ്റെ എൻഡ് വരേക്കും. അങ്ങനെ 2 സ്ലീവ്സ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സൈഡ്സ് ക്ലോസ് ചെയ്യാണ് വേണ്ടത്. അതിന് ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴേക്ക് ടോപ്പിൻ്റെ താഴത്തെ എൻഡ് വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ ലെയറുള്ള ഒരു സ്ലീവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നല്ല ബെൽ സ്ലീവാണത്. നല്ല ഫ്ലെയറുള്ള സ്ലീവാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പിടിച്ചിട്ട് വേണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴത്തെ എൻഡ് വരേക്കും കൊണ്ടെത്തിക്കാൻ. ഇപ്പോൾ 2 സൈഡ്സും ക്ലോസ് ചെയ്തെടുക്കാം. താഴത്തെ എൻഡ് കൂടി റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് ആണ് ഞാൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ബാക്ക് പാർട്ടിലായിട്ടൊരു സിബർ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിലേക്ക് എങ്ങനെയാണ് ഒരു സിബർ അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയാണോ സിബർ അറ്റാച്ച് ചെയ്യേണ്ടത് ആ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ എത്ര വിഡ്ത്ത് ഉണ്ടെന്ന് നോക്കാം. അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ പാർട്ടിലേക്കാണ് സിബർ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചസ് ലെങ്ത്തിലേക്കാണ് സിബർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇതുപോലൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് എത്ര പാർട്ടിലേക്കാണോ സിബർ അറ്റാച്ച് ചെയ്യേണ്ടത് അത്രയും പാർട്ടിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. കട്ട് ചെയ്യേണ്ട മാർക്കിംഗ് ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചസ് ലെങ്ത്തിൽ ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനിയൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പിൻസ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ എൻഡ് ചെയ്യിക്കണം. ലൈനിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് കട്ടാവാതെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഒരു നെക്കിൻ്റെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് അടുത്ത എൻഡ് വരേക്കും കൊണ്ടെത്തിക്കണം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സിബർ അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചസ് വരെയാണ് സിബർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ട് ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇത്രയും പാർട്ട് മാത്രമേ പുറത്ത് കാണുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പിൻസ് യൂസ് ചെയ്തൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നെക്കിൻ്റെ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത എൻഡ് വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എൻഡ് ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ എൻഡ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഉണ്ട്, അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.